ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ. ഹലോ സേ ഹലോ. ഹലോ. ഇത് നിങ്ങളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന വീഡിയോ ആണ്. ഞങ്ങൾ ആദ്യം ഇട്ട വീഡിയോയ്ക്ക് കിട്ടിയ എല്ലാ സഹകരണത്തിനും നന്ദി. So many people are watched that video and many of them are called us. Thank you so much for your like, share and everything. ഇത് നിങ്ങളെല്ലാവരും കാത്തിരുന്ന ഒരു വീഡിയോ ആണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കാരണം? ഇത് സ്കേറ്റ് ബോർഡ് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാകും. ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളിവിടെ ലിങ്ക് ഇട്ടേക്കാം. ആ വീഡിയോയിൽ ഞങ്ങൾ ആ സ്കേറ്റ് ബോർഡ് മേടിച്ച ദിവസമായിരുന്നു. അന്ന് റേനൻ ആ കിട്ടുന്ന എക്സൈറ്റ്മെൻറ്റിൽ ഞങ്ങൾ കുറേ കാണിച്ചു കൂട്ടി, റൈറ്റ്? സോ ഇന്ന് റേനൻ എക്സ്പേർട്ട് ആയിട്ട് വരികയാണ്. ആദ്യം എക്സ്പേർട്ട് ഉണ്ടാവും. ഇന്നൊരു എക്സ്പേർട്ട് ആയിട്ടാണ്, ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ ഞങ്ങൾ വരുന്നത്. അപ്പോൾ റേനൻ കുറച്ച് എക്സ്പേർട്ട് ആയിട്ടുണ്ട്. എക്സ്പേർട്ട് എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ നാടാണ്, നമ്മുടെ റോഡാണ്, പാക്കാണ്. എക്സ്പേർട്ട് എന്ന് പറയാൻ പറ്റില്ല. എന്നാലും റേനൻ ഒരുമാതിരി നന്നായിട്ട് സ്കേറ്റ് ബോർഡ് പഠിച്ചതിനാൽ ഇന്ന് റേനൻ കൃത്യമായിട്ട് പറഞ്ഞു തരും എങ്ങനെ വിതിൻ എ മന്ത് യു ക്യാൻ ആക്ച്വലി ബി എൻ എക്സ്പേർട്ട് ഇൻ സ്കേറ്റ് ബോർഡിങ്. അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണിത്. അപ്പോൾ ഈ സ്കേറ്റ് ബോർഡ് എങ്ങനെ ആരംഭിച്ചത് നമ്മൾ നേരത്തെ പറഞ്ഞു കൊടുത്തില്ല, നമ്മുടെ സുഹൃത്തുക്കളോട് പറഞ്ഞു കൊടുത്തിരുന്നോ? ഇത് 1950s ആൾക്കാർ കണ്ട്, പിന്നെ അവിടെ ഞാൻ റേനൻ സ്ട്രഗിളിങ് വിത്ത് മലയാളം. റേനൻ മലയാളത്തിൽ സ്ട്രഗിൾ ചെയ്യുന്നതിനാൽ ഞാൻ പറയാം. 1950s അമേരിക്കയിലെ കാലിഫോർണിയയിലാണ് ഈ സ്കേറ്റ് ബോർഡ് എന്നുള്ള ഈ സ്പോർട്ട് ആരംഭിച്ചത്. ഇത് ആരംഭിക്കാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈ സ്കേറ്റ് ബോർഡ് ആരംഭിച്ചത്, ഇത് കണ്ടാൽ മനസ്സിലാകും, ഇറ്റ് ലുക്സ് ലൈക്ക് എ സർഫിംഗ് ബോർഡ്, റൈറ്റ്? സർഫിംഗ് ബോർഡിൽ നിന്നാണ് ആക്ച്വലി ഈ സ്കേറ്റ് ബോർഡ് എന്ന സാധനം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അവർ ചെയ്തെന്ന് പറഞ്ഞാൽ ഈ ടൈഡുള്ള ദിവസവും ടൈഡില്ലാത്ത ദിവസവും ഉണ്ട് അല്ലേ? ചില സമയങ്ങളിൽ ടൈഡുള്ള ദിവസമാണ് സർഫ് ചെയ്യുന്നവർക്ക് ഏറ്റവും ഇഷ്ടം. കാരണം ആ സമയത്ത് അവർക്ക് നന്നായിട്ട് സർഫ് ചെയ്യാൻ പറ്റും. എന്നാൽ ടൈഡില്ലാത്ത ദിവസം എന്ത് ചെയ്യും? ദേ ഹാവ് ടു ജസ്റ്റ് ലുക്ക് അറ്റ് ദ സ്കൈ ആൻഡ് ലുക്ക് അറ്റ് ദ ഓഷ്യൻ ആൻഡ് ജസ്റ്റ് സ്റ്റേ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഏതോ ബുദ്ധിയുള്ള ഒരു അമേരിക്കാരൻ്റെ മനസ്സുദിച്ച ഒരു ബുദ്ധിയുടെ ഭാഗമാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ സ്കേറ്റ് ബോർഡ്. അന്ന് അവർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അവരുടെ ആ സർഫ് ബോർഡിൽ ഈ സാധനം ഫിറ്റ് ചെയ്തു. റോളർ സ്കേറ്റിൻ്റെ ഒരു ഐഡിയ. റോളർ സ്കേറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. റോളർ സ്കേറ്റിൻ്റെ ടയർ ഫിറ്റ് ചെയ്തിട്ട് അവർ സ്മൂത്ത് ആയിട്ടുള്ള സർഫേസിലൂടെ ഒന്ന് ട്രൈ ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് ആദ്യമായിട്ട് സ്കേറ്റ് ബോർഡിൻ്റെ ഒറിജിൻ. ദാറ്റ്സ് ഒറിജിൻ ഓഫ് സ്കേറ്റ് ബോർഡ്. ഈ സ്കേറ്റ് ബോർഡ് ഇന്ത്യയിൽ വരാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? You should know that സ്കേറ്റ് ബോർഡ് കേരളത്തിൽ ഇന്ത്യയിൽ വരാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ വീഡിയോ ഗെയിംസ് കൂടെ വളരെയധികം ഈ സംഭവങ്ങൾ വളരെ പ്രശസ്തമായി. സ്കേറ്റ് ബോർഡ് വളരെ കുട്ടികളുടെ ഇടയിൽ വളരെ പോപ്പുലറായി. അതിനുശേഷം പിന്നെ അതുപോലെ അമേരിക്കൻ മൂവീസ്. നമുക്കറിയാം നമ്മുടെ നാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആർഷഭാരത സംസ്കാരം എന്നൊക്കെ പറയുന്നെങ്കിലും നമ്മൾ പലപ്പോഴും വെസ്റ്റേൺ കൾച്ചറിനെ അനുകരിക്കാൻ ശ്രമിക്കുന്നവരാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം നിന്ന അതേ സ്ഥലത്താണ്. കുറച്ച് ഇന്ന് മൂടൽമഞ്ഞ് കാരണം, മൂടൽമഞ്ഞല്ല, സൺ വാസ് ഓൾറെഡി ഗോൺ ആൻഡ് ദ സ്കൈ ഈസ് ഓവർകാസ്റ്റ്. സ്കൈ ഓവർകാസ്റ്റ് എന്ന് മലയാളം ഇറ്റ്സ് എ ക്ലൗഡി ഡേ. കാരണം മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. മഴ പെയ്യും എന്നറിയില്ല. മഴ പെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോ കുളമാകാനും സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ആ വീഡിയോ എടുത്ത അതേ സ്ഥലത്ത് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇത് ഒരു മാന്തോട്ടമാണ്. മാന്തോട്ടം മാത്രം പറയാൻ പറ്റത്തില്ല, തെങ്ങുമുണ്ട്. ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തതുപോലെ. ഓക്കെ, അപ്പോൾ നമുക്ക് വിൽ കം ബാക്ക് ടു ദ അവർ സ്കേറ്റ് ബോർഡ്. അപ്പോൾ ഈ സ്കേറ്റ് ബോർഡിൻ്റെ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ആർഷഭാരത സംസ്കാരം എന്നൊക്കെ പറയുമെങ്കിലും നമ്മൾ ഒത്തിരി വെസ്റ്റേൺസിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നവരാണ്. വിൽ ഇമിറ്റേറ്റ് ദെയർ മ്യൂസിക്, വിൽ ഇമിറ്റേറ്റ് ദെയർ ഫാഷൻസ്. Similarly, we imitate their sport also. So this is one of the sport actually Indians imitated, of Americans. Americans sport ആണ്. ഈ സ്പോർട്ട് ചെയ്യണമെങ്കിൽ പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് എന്താണ് വേണ്ടത്? നല്ല സർഫേസ്, ഒരു നല്ല സ്മൂത്ത് ആയിട്ടുള്ള സർഫേസ് വേണം. അതിന് പറയുന്ന പേരാണ് സ്കേറ്റ് പാർക്ക് ആണ്. പാർക്ക് എന്നാണ് അത് പറയുന്നത്. പക്ഷേ സ്കേറ്റ് പാർക്ക് എന്നുള്ളത് കൊച്ചിയിലുണ്ട്, ആലപ്പുഴയിലുണ്ട്, ട്രിവാൻഡ്രത്തുണ്ട്. പക്ഷേ ഞങ്ങളെ ഡെഫിനറ്റ്ലി ഐ എം ടോക്കിംഗ് അബൌട്ട് കേരള. കേരളത്തിൽ കൊച്ചിയിലുണ്ട്, എറണാകുളത്തുണ്ട്, ആലപ്പുഴയിലുണ്ട്. പക്ഷേ മറ്റുള്ളവരുടെ കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് റോഡിലാണ് ചെയ്യാൻ പോകുന്നത്. ഈ റോഡ് ചെയ്ത് കഴിഞ്ഞാലുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ റബ്ബർ പാർട്ടികളൊക്കെ ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. എന്നാലും നമുക്ക് വേറെ ഓപ്ഷൻസ് ഇല്ലാത്തതിനാൽ നമ്മളിപ്പോൾ ചെയ്യുന്നത് റോഡിലാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ റോഡ് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഒരിക്കലും നിങ്ങൾ മുതിർന്ന ആളില്ലാതെ ഒരിക്കലും റോഡിൽ വരരുത്. ഓക്കെ, ദാറ്റ്സ് എ മസ്റ്റ്. ഈ ഒരു വീഡിയോ വി ആർ നോട്ട് എൻകറേജിങ് അറ്റ് യു അറ്റ് ഓൾ. എനിക്കറിയാം many Ranan's friends have already bought the skateboard. One of my classmates. Yeah. അപ്പോൾ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മുതിർന്നവരുടെ
സാന്നിധ്യമില്ലാതെ അവരുടെ അനുവാദമില്ലാതെ ഒരിക്കലും റോഡിൽ വരരുത്. അതുപോലെ തന്നെ ഈ സാധനമൊക്കെ ഫിറ്റ് ചെയ്യാതെ ഒരിക്കലും ഇറങ്ങുകയും തിരികെയും ചെയ്യരുത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വീഡിയോ? ഇന്നത്തെ വീഡിയോ Ranan is going to teach you, Ranan is going to teach you guys, how to be an expert in skateboard. Skateboardൽ എങ്ങനെ ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് എക്സ്പെർട്ട് ആവാന്നുള്ള വീഡിയോ ആണ്. എനിക്കറിയാം നമ്മുടെ വീഡിയോ ഒന്നും ചലിക്കുന്നില്ല. It's supposed to be an action oriented video, right? But we are just standing and talking. That's not supposed to be the video. We are going to real video. We are going to move the camera here and there because we are going to do some actions. Are you ready? Yeah, and I got a helmet on. He's got a helmet? Okay, the first thing is to actually understand your board. So, this is the first time after unboxing and everything. This is your first step. You might have saw a video or something before you bought it, right? So you saw them just riding like this. But how do we ride is the question. So, to ride, there's no fun in just standing. So, to ride, we have to put one leg forward, like aiming forward, and other leg also aiming forward, of course. And don't put it too forward, otherwise you'll just fall out in the speed. So put your leg around the middle, and then you start pushing. Then you quickly put your back leg back onto where you started, and just keep on pushing. So, if you're thinking, what will happen to my shoes while I'm going again and again? Well, this is what happens to your shoes after just 1 month. If I just look here, there's my socks in there. It's already destroyed. I think I should super glue it. So adding expense to the parents, when kids are doing skateboarding, be ready to buy another set of pair of shoes. Actually, take on like this waist shoes which you have used for a couple of years. It's already destroyed. My right leg shoe is already destroyed, so I just used it and I destroyed it even more. Don't buy expensive shoes. It's not worth the risk. So, you might be thinking, how do we turn if there's an obstacle? You can't turn, there's no steering wheel that you can turn. It's a board on wheels. So, you cannot use that way. So, you have to use your center of mass to get it there. The problem with you doing this way is, if you go a little bit too much, you just fall out and get injured on your head. That's why I wear helmets. So how do we do it? So I learned skateboarding like this. I used to ride like this. I used to go everywhere just like this. The problem with that is, if I want to turn, I just fall down. So since my leg can go across the full thing, I can push up and down. So you can see my legs moving when the board moving when my legs move. So that's how we do it. And always have this sporty position so you can actually turn properly. Otherwise one side you'll just fall down too. If you do, and if you have to use it, I was a beginner, I had too much control. See, like this I used to put little bit on the right here. So I had amazing go in right turn, but left turn I used to just fall out like that. So after adding all the tips which I gave you, this is how I ride while turning. You can see, you have to use your gravity to actually turn the board. അങ്ങനെ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോയുടെ അവസാനം വന്നിരിക്കുകയാണ്. സോറി ഫോർ അഗൈൻ ഐ എം കമ്മിങ് ഇൻ. ഇതുവരെ റേനൻ നന്നായിട്ട് നിങ്ങൾ കാണിച്ചു തന്നു എങ്ങനെയാണ് ഒരു ബിഗിനർ എന്ന നിലയിൽ സ്കേറ്റ് ബോർഡ് ഉപയോഗിക്കണമെന്ന് കാണിച്ചു തന്നു. ഫോർ മീ ഓൾസോ ഇറ്റ് വാസ് കൈൻഡ് ഓഫ് റെവലേഷൻ. യു ഡിഡ് റിയലി വെൽ മൈ ബോയ്. അപ്പോൾ നമ്മൾ ഇനിയും ഇങ്ങനെയുള്ള വീഡിയോകൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ദയവായിട്ട് കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി ഞങ്ങൾ ഉടൻ തന്നെ വരുന്നതാണ്. Next tip is medium level. Like how you normally do it, like still silent. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതുവരെ ഈ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് അത് തന്നെ. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് കാണാം. Till then, Tata. Bye bye.